എന്ന് നേരം വെളുത്തപ്പോൾ തുടങ്ങി തലയുടെ ബാലൻസ് പോയ അവസ്ഥയാണ്. ഇത്രയും തുണികൾ ഇതേ ഇവിടെ തയ്ക്കാൻ കിടക്കണം. ഫോണിലാണെങ്കിൽ എഡിറ്റ് ചെയ്യാനായിട്ട് ഫയലുകൾ ഇതേ കുമിഞ്ഞുകൂടി കിടക്കണം. ഇതൊന്നും ചെയ്യാനുള്ള മൂഡ് എനിക്കില്ല കേട്ടാ. മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴും ഉള്ള മൂടും കൂടി പോയി. മുറ്റത്തിൻ്റെ ഭംഗി ഒന്ന് കാണണം. എന്താ ഒരു രസം. അടുക്കളയിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതിലും വലിയ വട്ടാവും. വെള്ളം തിളപ്പിക്കണം, പാചകം ചെയ്യണം, കുറേ പരിപാടി. ഇതേ തുണികളൊക്കെ എന്നെ നോക്കിയിരുന്ന് ചിരിക്കുകയാണ്. കുറേ തുണികൾ ഇത് എന്നെ മടക്കി വെക്ക് ചേച്ചി എന്ന് പറഞ്ഞവിടെ കിടന്ന് വെച്ചിരിക്കുന്നത്. കൊച്ചുവിന് പിന്നെ കാർട്ടൂൺ കണ്ട് അവിടെ ഇരുന്നാൽ മതിയല്ല. നാളെയാണെങ്കിൽ അച്ഛനും സ്കൂൾ തുറക്കും. ദേ പുസ്തകവും കാര്യങ്ങളും നടക്കിപ്പറക്കി വെച്ചിട്ട് ഇതൊക്കെ എൻ്റെ തലയിൽ തന്നെയാണ്. ഇതൊക്കെ കണ്ടുകൂടി എൻ്റെ ബോധം അങ്ങോട്ട് പോയി ഞാൻ കയറി കിടന്ന് അങ്ങോട്ട് ഉറങ്ങി. തലയിറക്കം ഉണ്ടായിരുന്നു കേട്ടോ നല്ല രീതിയിൽ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച്, വർക്കൊക്കെ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ വൈകുന്നേരം ഇനി എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കുമെന്നൊക്കെ ആലോചിച്ച് വിഷമിച്ചിരുന്നപ്പോഴാണ് അച്ഛൻ പറഞ്ഞു നമുക്ക് സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ വൈകുന്നേരത്തെ വിളക്കൊക്കെ വെച്ച് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഫുഡൊക്കെ വന്നു കഴിച്ച് ഒരു ആരോഗ്യമൊക്കെ വന്ന് 3 ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അതാകുമ്പോൾ കല്ലുവിനും കൊടുക്കാമല്ലോ. അപ്പോൾ ടൈലറിങ് വീഡിയോ ഒക്കെ ഇനി നാളെ ഇടാം കേട്ടോ. അപ്പോൾ ബാക്കിയുണ്ടെങ്കിൽ ഇതേപോലെ വീഡിയോസായിട്ട് അടുത്ത ദിവസം കാണാം. ഇറ്റ്സ് മൈൻ ബൈ ഷാലിമ.